ഹായ് ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നതാണ് എൻ്റെ അമ്മ, എൻ്റെ സ്വന്തം അമ്മ. ഡ്രൈവ് ചെയ്തതാണ് എൻ്റെ ഹസ്ബൻഡ്. അച്ഛനും ഉണ്ട്, മോനും ഉണ്ട്. രാവിലെ ഭക്ഷണം കഴിച്ച് വീട്ടിൽ നിന്ന് വിട്ടതാണ്. അപ്പോൾ 11 മണിയായപ്പം വിശന്നപ്പോൾ ചെറിയൊരു തട്ടുകട കണ്ടിട്ട് നിർത്തിയതാണ്. ഇറങ്ങാനുള്ള മടി കാരണം ഏട്ടൻ തന്നെ കൊണ്ടുത്തരുന്നു. ഉള്ളിവട, അമ്മക്ക് പരിപ്പുവടയും. ചെറുതോതിൽ ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരാം. എവിടേക്കാണ് എന്താണെന്ന് പോകുന്ന വഴിക്ക് നമുക്ക് പറയാം. നമ്മളിപ്പം പോകുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് ഹോസ്പിറ്റലാണ്. മൂത്ത കുറച്ച് ദിവസമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ചെറിയ ഷുഗറിൻ്റെ വേരിയേഷൻ കൊണ്ട്. അപ്പോൾ മൂത്തെ കാണാൻ പോകുന്നതാണ്. എല്ലാവരും കൂടി പോകാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ പോയത്. അല്ലെങ്കിൽ അച്ഛനമ്മയും ട്രെയിനിൽ പോകാമെന്ന് വെച്ചതാണ്. ഡ്രൈവ് ചെയ്യുന്ന ഏട്ടന് ഇഷ്ടമായതുകൊണ്ട് ഏട്ടൻ പറഞ്ഞ് നമുക്ക് കാർ എടുക്കാം, അങ്ങനെ വിട്ടതാണ്. പക്ഷേ എങ്കിലേ ഇവിടുത്തെ റോഡ് കണ്ടു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാനേ തോന്നില്ല. കോഴിക്കോട് എത്തണ്ടെങ്കിൽ നടുവൊടിയും. സത്യം പറഞ്ഞാൽ അതാണ് ഇങ്ങനത്തെ അവസ്ഥ. ബ്ലോക്ക്, അതിൻ്റെ ഇതൊക്കെ പെയ്യുന്ന മഴ. ഇഷ്ടപ്പെട്ടേന് അവിടെ എത്താൻ. അങ്ങനെ എത്തി. മലബാർ ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ എത്തി കുറച്ച് സമയം അധികം സ്പെൻഡ് ചെയ്തില്ലടാ. വാതിലായതുകൊണ്ട് ഒന്നാമത് ഞായറാഴ്ച ആയതുകൊണ്ട് അത്ര തിരക്കും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് മോനെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റി. അല്ലെങ്കിൽ ഇപ്പോൾ ആശുപത്രിയിലൊന്നും മോനെയൊന്നും കൊണ്ടുപോകാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ലേറ്റ് ആവുന്ന കണ്ടുകൊണ്ട് നമ്മൾ നേരെ വിട്ട്. എന്തായാലും അവിടെ നിന്ന് അടുത്ത മിഠായി തെരുവിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് ഇറങ്ങി. പിന്നെ ചെറുതായിട്ടൊരു മഴ പെയ്തപ്പോൾ ബാക്കടിക്കാൻ വെച്ചാൽ മിഠായി തെരുവിലേക്കായിട്ട് പിന്നെ ഒരിക്കൽ എന്തായാലും വരാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് കയറി നോക്കാമെന്ന് വെച്ചിട്ട് അവിടെ ചെന്ന് കയറി നോക്കി കുറച്ച് സാധനങ്ങളൊന്നും നോക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. ചെന്നപ്പോൾ വണ്ടി വെക്കാൻ പോലും അവിടെ സ്ഥലം, അത്രയ്ക്ക് തിരക്ക്. ഒന്നാമത് ഞായറാഴ്ച, പിന്നെ മഴയൊന്നും ഇപ്പോഴത്തെ ആൾക്കാർ നോക്കുന്നില്ല, അതാണ് സത്യം. അങ്ങനെ ഉള്ളിൽ കയറി കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്താ വേണ്ടുന്നതെന്ന് വെച്ചാൽ നോക്കിയെടുക്കാനുള്ള സാവകാശം ഒന്നാമത് ഇല്ലാത്തതുകൊണ്ട് വേദന ഞങ്ങൾ അവിടുന്ന് വിട്ടിന്. കുറച്ച് 2-3 സാധനമൊക്കെ വാങ്ങി. സത്യം പറഞ്ഞാൽ ഇവിടെയെല്ലാം പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ തന്നെ പോകണം. ഇത് തിരഞ്ഞു പിടിക്കണം. ഇതൊന്നും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ വിട്ട്. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കുന്ന ടാസ്കിലാണ് പെട്ടുപോയത്. ഇവിടെ മര്യാദക്കൊരു ഹോട്ടലില്ല. ഇവിടെ കഴിയട്ടെ നോക്കുമ്പോൾ ഹോട്ടലില്ല. അങ്ങോട്ട് എത്തുമ്പോഴേക്കൊരു ബ്ലോക്ക്, ഒരു ലോറീൻ്റെ പ്രശ്നം കൊണ്ട് ഒരു ബ്ലോക്കിൻ്റെ ഇത് കൂടിക്കൂടി വരുന്നതിന് വിശപ്പിൻ്റെ വിലയും കൂടിക്കൂടി വരുന്നു. വിശന്നിട്ട് കണ്ണും മൂക്കും കാണാത്ത അവസ്ഥയാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന അവസ്ഥയാണ്. എല്ലാവർക്കും വിശന്നിന്. മോന് കൊടുക്കാനാണെങ്കിൽ ഒന്നും മേടിച്ചിട്ടില്ല. എവിടെ നിൽക്കുമ്പോൾ ഞായറാഴ്ച ഒട്ടുമിക്ക കഥകളും ഇല്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം വന്നത്. വിശന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അവസാനം ഒരു ഹോട്ടൽ കിട്ടി. ചെറിയൊരു ഹോട്ടലാണ്, കുറച്ച് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കയറി ബിരിയാണിക്ക് ഓർഡർ ചെയ്തു. വേറൊന്നുമില്ല, ബിരിയാണിയും ചിക്കൻ 65ഉം അതും മേടിച്ച് ഞങ്ങൾ ബിരിയാണിയും കഴിച്ച് യാത്ര പിന്നെയും തുടർന്ന് വീട്ടിലേക്ക്. പിന്നെ അതാ കുണ്ടും കുഴിയും ബ്ലോക്കും. ഈ കുണ്ടും കുഴിയൊന്നും ആരും കാണുന്നില്ലേ. ഒരു ആംബുലൻസ് വന്നപ്പോൾ സൈഡ് കൊടുക്കാൻ പറ്റാത്ത റോഡിലോട്ടെല്ലാം പോയി. ആകാശം ഇരുണ്ട് മൂടി കിടക്കുന്നു. ഇതാണ് അപ്പോഴത്തെ അവസ്ഥ. ഒന്നിക്കൽ വെയിൽ അല്ലെങ്കിൽ മഴ. അതാ പെയ്ത് നല്ല മഴയായിരുന്നു. കണ്ണുപോലും കാണാതാണ് ഡ്രൈവ് ചെയ്തിട്ട് വന്നത്. എല്ലാവർക്കും ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് മഴയല്ലോ. പക്ഷേ എനിക്കും ഇഷ്ടം തന്നെ മഴയല്ലോ. പക്ഷേ എങ്കിൽ ഈ റോഡിൻ്റെ അവസ്ഥ ദയനീയമാകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അന്നേരം നമുക്ക് യാത്രയിൽ പോലും വെറുത്തു പോകും. അങ്ങനെ അവസാനം ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തിപ്പോയി. അച്ഛനും അമ്മേനെയും നേരെ വീട്ടിലിറക്കിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് ആരും കാണുന്നുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.